തമിഴ്നാട്ടിലെ കരൂരിൽ 39 പേരുടെ ജീവനെടുത്തതിൽ ആരുടെ വീഴ്ചയെന്നുള്ള ചോദ്യമാണ് രാജ്യമാകെ ഉന്നയിക്കുന്നത്. ഗുരുതരമായിട്ടുള്ള വീഴ്ചയുടെ പരമ്പരയാണ് കരൂരിലെ തമിഴക വെറ്റുകഴകത്തിന്റെ പരിപാടിയിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്കിത് ഈ ദുരന്തത്തിന്റെ ബാക്കി പത്രവും ദുരന്തം നടക്കുന്ന സമയത്തുള്ള ദൃശ്യങ്ങളും ഒക്കെ കാണുമ്പോൾ മനസ്സിലാകും. സ്ഥലത്തിന്റെ തെരഞ്ഞെടുപ്പ് മുതൽ സുരക്ഷാ മുൻകരുതലിൽ വരെ വലിയ പിഴവ്. പരിപാടിക്ക് വിജയ് എത്താൻ വൈകിയതും ദുരന്തത്തിന്റെ കാരണമായി. நண்பா கொஞ்சம் வழி விட்டுருங்க. താരപ്രഭയിൽ തമിഴകത്തിന്റെ അധികാരം പിടിക്കാമെന്നുള്ള വിജയുടെ മോഹത്തിനുമേൽ കരിനിഴൽ വീഴ്ത്തിയ പിഴവുകളുടെ പരമ്പരയായിരുന്നു കരൂരിലെ പരിപാടി. വലിയ ജനക്കൂട്ടത്തെ സംഘടിപ്പിക്കുമ്പോൾ ജാഗ്രത വേണമെന്ന മദ്രാസ് ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ പോലും കാറ്റിൽ പറത്തിയായിരുന്നു സംഘാടനം. ചെറിയ സ്ഥലത്ത് വലിയ ജനക്കൂട്ടത്തെ വിളിച്ചു വരുത്തിയത് ഒന്നാമത്തെ പിഴവ്. രാവിലെ 8:45 നിശ്ചയിച്ച പരിപാടിക്ക് 10 മണിക്കൂർ വൈകിയെത്തത് രണ്ടാമത്തെ വീഴ്ച. പൊരിവെയിലത്ത് മണിക്കൂറുകൾ കാത്തിരുന്നവർക്ക് വെള്ളമോ ഭക്ഷണമോ നൽകാതിരുന്നത് മൂന്നാമത്തെ വീഴ്ച. വിജയ് പരിപാടിക്കെത്തിയത് വൈകിട്ട് 7:30. അപ്പോഴേക്കും കരൂർ ബൈപ്പാസ് അക്ഷരാർത്ഥത്തിൽ ജനസാഗരമായിരുന്നു. വൻ ജനക്കൂട്ടത്തെ കണ്ടിട്ടും അവർക്കിടയിലേക്ക് കാരവാൻ കടത്തിക്കൊണ്ടുവന്നത് നാലാമത്തെ വീഴ്ച. ജനം കുഴഞ്ഞു വീണപ്പോൾ അവർക്ക് കുടിവെള്ളം എറിഞ്ഞുകൊടുത്ത് മുങ്ങിയത് അഞ്ചാമത്തെ വീഴ്ച. അത് പിന്നീട് പ്രതിപക്ഷ നേതാവ് എടപ്പാടി പളനിസ്വാമി തുറന്നടിക്കുകയും ചെയ്തു. விஜய் அவர்கள் அந்த கூட்டத்தில் பேசிட்டு இருக்கும்போது இடையில் ஆம்புலன்ஸ் வருது. முன்கூட்டியே பல ஆம்புலன்ஸ் விரைந்து சைலண்ட்ல ஒளியில் வந்துகிட்டு இருக்கும்போது அவர் சொல்றாரு, எதுக்கு இந்த ஆம்புலன்ஸ் வருதுன்னு அவர் அந்த கூட்டத்திலேயே பேசுறது தொலைக்காட்சியில் பார்த்தார். ഇതെല്ലാം ഒരു സന്ദേഹം എടുക്കുന്നത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേന്ദ്രമന്ത്രിയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുമൊക്കെ കരൂരിലേക്ക് കുതിച്ചപ്പോൾ ദുരന്തം കാണാതെ സ്വന്തം കാര്യം നോക്കി ചെന്നൈയിലേക്ക് മടങ്ങിയത് ആറാമത്തെ വീഴ്ച. അതീവ സുരക്ഷയിൽ 300 കിലോമീറ്റർ താണ്ടി ചെന്നൈയിലെത്തിയിട്ടും ഒന്നും ഉരിയാടാതെ സ്വന്തം വീട്ടിലേക്ക് കയറിപ്പോയത് ഏഴാമത്തെ വീഴ്ച. പിന്നീട് ഹൃദയം നുറുങ്ങിയെന്ന് പറഞ്ഞതുകൊണ്ടോ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചതിന്റെ ഇരട്ടിത്തുക ധനസഹായം പ്രഖ്യാപിച്ചതുകൊണ്ടോ ഈ വീഴ്ചകൾ ഇല്ലാതാകുന്നില്ല. ഇതല്ല രാഷ്ട്രീയ പ്രവർത്തനം മിസ്റ്റർ വിജയ്. സിനിമയല്ല ജീവിതമെന്ന് ഇനിയെങ്കിലും അങ്ങ് മനസ്സിലാക്കണം. തിരക്കഥയിലെ ഡയലോഗല്ല രാഷ്ട്രീയമെന്നും അങ്ങ് തിരിച്ചറിയണം. ജി പ്രസാദ് കുമാർ, മാതൃഭൂമി ന്യൂസ്.